നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് കുഴൽമന്ദം കണ്ണന്നൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മരണപ്പെട്ടത് കണ്ണന്നൂർ സ്വദേശി പ്രമോദ്, കൊടുവായൂർ സ്വദേശി ഹബീബ് എന്നിവർ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹാരി. തിരുവപ്ര വിളത്തൂരിൽ എക്സൈസ് പരിശോധനയിൽ 1.5 ലിറ്റർ ചാരായവും 18 ലിറ്റർ വാഷും പിടികൂടി. കേസിൽ വിളത്തൂർ സ്വദേശി 54-കാരൻ ഉണ്ണികൃഷ്ണൻ പിടിയിൽ. CPM നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കുകളിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പത്രിപ്പാല അർബൻ ബാങ്ക് ശാഖയിൽ നടന്നിട്ടുള്ള ലക്ഷങ്ങളുടെ മുക്കുപണ്ടം തട്ടിപ്പിൽ CPMന്റെ ഉന്നതർക്കും പങ്കുണ്ടെന്നും P. വേണുഗോപാൽ. സമഗ്ര അന്വേഷണം നടത്തിയ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും BJP നേതാവ്. കഞ്ചിക്കോട് കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസിക്ക് സമീപമുള്ള പൊതുകുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയ സംഭവത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. വെള്ളത്തിൽ രാസമാലിന്യം കലർന്നതാണ് മീനുകൾ ചാവാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാരുടെ സംശയം. സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണമെന്നും ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 1 ലക്ഷം കർഷക സമിതി പ്രക്ഷോഭത്തിലേക്ക്. പെൻഷൻ നൽകേണ്ട ഭൂരിപക്ഷം പേരെയും അവഗണിച്ചതിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുടിശ്ശിക വരുത്തിയതിലും പ്രതിഷേധിച്ച് മാർച്ച് 7-ന് കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തുമെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു. കാർഷിക വിപുലീകരണത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കാനുമാണ് 1994-ൽ സർക്കാർ 1 ലക്ഷം കർഷക പദ്ധതി നടപ്പിലാക്കിയതെന്നും KP ബൈജു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിനു മുന്നിൽ കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരമെന്ന് സംഘടനാ നേതാക്കൾ. വാർത്തകൾ വിശദമായി. കുറ്റകൃത്യങ്ങളും അപകട മരണങ്ങളും നിത്യസംഭവമാവുന്ന കാഴ്ചയാണ് നാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും പാലക്കാട്ട് 2 പേരുടെ ദാരുണ അന്ത്യം സംഭവിച്ചു. പാലക്കാട് കുഴൽമന്ദം കണ്ണന്നൂരിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. കണ്ണന്നൂർ മേലേച്ചിറ സ്വദേശി 55 വയസ്സുള്ള പ്രമോദ്, കൊടുവായൂർ കിഴക്കേത്തല മൂപ്പൻ വീട്ടിൽ 16 വയസ്സുള്ള ഹബീബ് എന്നിവരാണ് മരണപ്പെട്ടത്. ദേശീയപാത കണ്ണന്നൂർ ജംഗ്ഷനു സമീപം തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കണ്ണന്നൂർ മേലേപ്പുര 55 വയസ്സുകാരൻ MG പ്രമോദ് ബുധനാഴ്ച രാത്രി തന്നെ മരിച്ചിരുന്നു. പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊടുവായൂർ പിട്ടുപീടിക കിഴക്കേത്തല മൂപ്പൻ വീട്ടിൽ ഹബീബാണ് വ്യാഴാഴ്ച രാവിലെ മരിച്ചത്. 16 വയസ്സായിരുന്നു. പ്രമോദിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന A. ജയൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹബീബിനൊപ്പമുണ്ടായിരുന്ന കൊടുവായൂർ പിട്ടുപീടിക സ്വദേശി 18-കാരൻ അഫ്താബ് റഹ്മാനും ഗുരുതര പരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കുകളിലും അർബൻ ബാങ്കുകളിലും വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആരോപിച്ചിരിക്കുന്നു. പത്രിപ്പാല അർബൻ ബാങ്കിന്റെ ശാഖയിൽ നടന്നിട്ടുള്ള ലക്ഷങ്ങളുടെ മുക്കുപണ്ട തട്ടിപ്പിൽ CPMന്റെ ഉന്നതർക്കുള്ള പങ്കുകൂടി അന്വേഷിക്കണമെന്നും അദ്ദേഹം ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്കുകളിലും അർബൻ സഹകരണ ബാങ്കുകളിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉയർന്നു വന്നിരുന്ന അഴിമതി ആരോപണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മറ്റു പല പ്രശ്നങ്ങളുടെ പേരിൽ മൂടിവെക്കപ്പെടുകയാണ്. മറ്റുള്ള പല പ്രശ്നങ്ങളുടെയും മറവിൽ വീണ്ടും സഹകരണ ബാങ്കുകളിൽ വ്യാപകമായുള്ള അഴിമതികൾ നടക്കുന്നതായിട്ട് സമീപകാല റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ കഴിയും. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മാത്രമല്ല സംഭവത്തിൽ പങ്കാളികളായിട്ടുള്ളത്. തട്ടിപ്പിന് ഉന്നത CPM നേതാക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം, വാണിയംകുളം, ഷൊർണൂർ, ചെർപ്പളശ്ശേരി മേഖലകളിലുള്ള വിവിധ അർബൻ ബാങ്കുകളിൽ നടന്നിട്ടുള്ള അഴിമതിയും വായ്പാ തട്ടിപ്പും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹകരണ സംഘം രജിസ്ട്രാർ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വിജിലൻസ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് BJP പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ മാത്രം അവസാനിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തട്ടിപ്പിന്റെ പേരിൽ അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഭരണകക്ഷി അറിയാതെ, ഭരണത്തിലുള്ള മുഴുവൻ ആളുകളും അതിന് നേതൃത്വം അറിയാതെ ഇത്തരത്തിലുള്ള ഒരു അഴിമതി നടക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നില്ല. അപ്പോൾ വ്യാപകമായുള്ള അഴിമതി ഇത്തരം അർബൻ ബാങ്കുകളിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഇത്തരം അർബൻ ബാങ്കുകളിലും സർവീസ് സഹകരണ ബാങ്കുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സമഗ്രമായുള്ള ഒരു അന്വേഷണം ഇതിന് നടത്തേണ്ടതാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്ര കണ്ട് നീതിയുക്തമായിട്ട് ഇടപെടുമെന്ന് അറിയില്ല. എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സഹകരണ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കും. ഭാരതീയ ജനതാ പാർട്ടി തൊട്ടടുത്ത ദിവസം തന്നെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കീഴിലുള്ള DIG റാങ്കിൽ ഉള്ള DIG, വിജിലൻസിന്റെ DIGക്കും
ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. പല സഹകരണ ബാങ്കുകളിലെയും അഴിമതിയുടെ ചെറിയൊരു പങ്ക് മാത്രമാണ് പുറത്തുവരുന്നത്. ഇത് ഉടൻ തന്നെ CPM നേതൃത്വം ഇടപെട്ട് ഒത്തുതീർപ്പാക്കും. ഇത്തരം അഴിമതികൾ ഉണ്ടാകുമ്പോൾ CPM നേതൃത്വം ഇടപെടുന്നത് ഉന്നതർ കുടുങ്ങാതിരിക്കാനാണ്. ഇത്തരത്തിൽ പരാതികളും കേസുകളും CPM ഒത്തുതീർപ്പാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഒറ്റപ്പാലം പരിസര പ്രദേശങ്ങളിലെ സഹകരണ അർബൻ ബാങ്കുകളിൽ നടന്നിട്ടും ഇതേക്കുറിച്ച് ഒരക്ഷരം പറയാൻ CPM നേതൃത്വം തയ്യാറാകുന്നില്ല. മോഷണങ്ങളും തട്ടിപ്പുകളും പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇത് ഒത്തുതീർപ്പാക്കാനാണ് ബാങ്ക് ഭരണസമിതികളും ശ്രമിക്കുന്നത്. ഷൊർണൂർ അർബൻ ബാങ്കിൽ നടന്ന 9 കോടിയുടെ തട്ടിപ്പും വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന 9 ലക്ഷം രൂപയുടെ മുക്കുവണ്ട തട്ടിപ്പും ചെർപ്പുളശ്ശേരിയിൽ നടന്ന വായ്പാ തട്ടിപ്പും ക്രമവിരുദ്ധമായ ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പും അന്വേഷണ വിധേയമാക്കണം. ഒറ്റപ്പാലത്തും വ്യാപകമായ അഴിമതി വിവിധ സഹകരണ അർബൻ ബാങ്കുകൾക്ക് കീഴിൽ നടന്നുവരുന്നുണ്ട്. ഇതിനെതിരെ പരാതി നൽകുന്നതിനോടൊപ്പം BJP പ്രക്ഷോഭം ആരംഭിക്കുമെന്നും P. വേണുഗോപാലൻ വ്യക്തമാക്കി. മധ്യമേഖലാ ജനറൽ സെക്രട്ടറി T. ശങ്കരൻകുട്ടിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി 41 വയസ്സുള്ള ഹാരിയാണ് തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറി പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ അത് കൊണ്ടുപോകാം എന്ന് കണക്ക് കൂട്ടിയതായിരുന്നു എന്ന് പ്രതി പോലീസിനോട് മൊഴി നൽകി. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് 1ാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും 100 മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷണം ട്രാക്കിൽ കിടന്നിരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗൂഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമം ആണെന്ന കണക്കുകൂട്ടലിലായിരുന്നു റെയിൽവേ പോലീസ്. ഒപ്പം മോഷണ ശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല. റെയിലിന്റെ കഷണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരിവച്ചതിനാൽ ആണ് വൻ ദുരന്തം ഒഴിവായത്. മദ്യലഹരിയിലായിരുന്നു പ്രതി കൃത്യം നടത്തിയത്. റെയിൽ കഷണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറിപ്പോകുമ്പോൾ 2 കഷണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാം എന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതി ഹരി കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് RPFന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ RPF ഹരിയുടെ ഫോട്ടോയും എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇതാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. സംഭവം നടന്ന അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചിക്കോട് കോട്ടകൽ ആര്യവൈദ്യ ഫാർമസിക്ക് സമീപമുള്ള പൊതുകുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയ സംഭവത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. വെള്ളത്തിൽ രാസമാലിന്യം കലർന്നതാണ് മീനുകൾ ഇത്തരത്തിൽ ചാവാൻ ഇടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ സംശയം. സ്റ്റീൽ കമ്പനികൾ ഉൾപ്പെടെ നിരവധി വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയിലെ പൊതുകുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. വേനൽക്കാലം രൂക്ഷമായതോടെ വെള്ളത്തിനായി പൊതുജനം നെട്ടോട്ടമോടുന്ന സമയത്ത് കുളത്തിലെ മീനുകൾ ചത്തത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. വേനൽക്കാലത്ത് ദാഹജലം തേടിയെത്തുന്ന പക്ഷികളും പ്രാണികളും ചത്തു വീഴാനിടയാകുമെന്ന ഭയവും ജനങ്ങൾക്കുണ്ട്. 3 മാസം മുമ്പ് കോരയാർ പുഴ തീരത്തെ തടയണയിലും രാസമാലിന്യം ഒഴുകിയെത്തിയിരുന്നു. പരിസരത്തെ കമ്പനികൾ പുറന്തള്ളുന്ന മാലിന്യമാണ് ചെക്ക് ഡാമിലേക്കും കുളത്തിലേക്കും ഒഴുകിയെത്തുന്നത്. രാസമാലിന്യം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുമെന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട്. കമ്പനികളുടെ രാസമാലിന്യം പുറന്തള്ളലിനെതിരെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം ഇന്നും തുടരുന്നു. 2ാം ദിവസ സമരത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഹൈമാവതി നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്ന കാലത്ത് 13 വർഷം മുമ്പ് ഒക്കെയാണ് ഞാൻ ചേർന്നത്. 79-ലാണ് ഇവിടെ. ആ സമയത്തൊക്കെ ആ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഇന്നത്തെ കാലം പോലെയല്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ട്രെയിനിന് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ വളരെ ബുദ്ധിമുട്ടി. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറക്കേണ്ടി വരും. ഞങ്ങൾക്ക് റൂമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് പരിപാടികൾക്കൊക്കെ പോയി. ഇന്നത്തെ നിലയ്ക്ക് ഈ കലാപള്ളി ഇന്നത്തെ ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. പ്രോഗ്രാമിന് പോയാൽ പ്രൈവറ്റായിട്ട് പോയവർക്കും ഉണ്ടാവില്ല. പ്രായാധിക്യം വകവയ്ക്കാതെ ചെയ്ത ജോലിയുടെ ശമ്പളവും പെൻഷനും നേടിയെടുക്കാൻ വേണ്ടി കലാമണ്ഡലത്തിന് മുന്നിൽ കനത്ത ചൂട് സഹിച്ച് അനിശ്ചിതകാല സമരം നടത്തുകയാണ് ഫോറം കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ്.
കേരള കലാമണ്ഡലത്തെ 2017 ജൂൺ മുതൽ കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തുകയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കലാമണ്ഡലത്തിൽ 15 വർഷം സർവീസ് പൂർത്തിയാക്കിയ 33 അധ്യാപകരെ UGC പദ്ധതി കീഴിൽ ഉൾപ്പെടുത്തി UGC 5ാം ശമ്പള പരിഷ്കരണം 2012 മാർച്ച് മുതൽ അശാസ്ത്രീയമായി നടപ്പിലാക്കി. കേരളത്തിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 2006 പ്രാബല്യത്തോടെ 2019 UGCയുടെ 6ാം ശമ്പള പരിഷ്കരണം നൽകുകയും ചെയ്തു. 2007 ജൂൺ മുതലുള്ള ശമ്പള പെൻഷൻ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ ശമ്പളവും പെൻഷനും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ കാണുകയും 2 തവണ കലാമണ്ഡലത്തിന് മുന്നിലും അകത്തുമായി സമരം നടത്തുകയും ചെയ്തു. MLA, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് രേഖാമൂലം അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. ഇന്ന് സമരത്തിനിറങ്ങുന്ന എല്ലാ അധ്യാപകരും 70 വയസ്സ് കഴിഞ്ഞവരാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും പ്രായാധിക്യത്തെ തുടർന്നാണ് കലാമണ്ഡലത്തിന്റെ മുന്നിലാക്കിയത്. തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ ഏത് ത്യാഗം സഹിച്ചും മുന്നോട്ടു പോകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S. ഗോപകുമാർ, മറ്റ് ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെൻഷൻ നൽകേണ്ട ബഹുഭൂരിപക്ഷം പേരെ അവഗണിക്കുന്നതിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുടിശ്ശിക വരുത്തിയതിലും പ്രതിഷേധിച്ച് 1 ലക്ഷം കർഷക സമിതി പ്രവർത്തകർ മാർച്ച് 7 കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു പറഞ്ഞു. കാർഷിക വിപുലീകരണത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമാണ് 1994 സർക്കാർ 1 ലക്ഷം കർഷക പദ്ധതി നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1000 രൂപയടച്ചാണ് കേരളത്തിലെ 1 ലക്ഷം അധികം പേർ പദ്ധതിയിൽ അംഗമായത്. 60 വയസ്സുവരെ കൃഷി ചെയ്യുന്നവർക്ക് അപകടമരണം, വൈകല്യം, ആശ്രിത ധനസഹായം എന്നിവ പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു. 60 വയസ്സിന് ശേഷമുള്ള പെൻഷൻ പൂർണ്ണമായും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. പദ്ധതി പ്രകാരം നേരത്തെ സംസ്ഥാനത്തെ 12ഓളം പേർക്ക് പെൻഷൻ നൽകിയെങ്കിലും 2 വർഷത്തിലധികമായി കുടിശ്ശികയാണ്. ഒരു തരത്തിലുമുള്ള അടവില്ലാതെ വികലാംഗ, വാർദ്ധക്യ, വിധവ പെൻഷനുകൾ ലഭിക്കുമ്പോഴാണ് പണമടച്ച് പദ്ധതിയിൽ അംഗമായവർക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും ലഭിക്കാതിരിക്കുന്നത്. പെൻഷൻ പദ്ധതിക്കായി ബജറ്റിലും നീക്കിയിരിപ്പില്ല. മന്ത്രിയുമായി സംസാരിച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് സമരത്തിനിറങ്ങുന്നതെന്നും ബൈജു പറഞ്ഞു. 2024 കഴിഞ്ഞു, 30 വർഷം പിന്നിട്ട് 2025 പലർക്കും 60 വയസ്സായി. പെൻഷൻ പലർക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഒരു 12,000ഓളം പേർക്ക് ഇപ്പോൾ പെൻഷൻ കൊടുത്തു. 1000 രൂപ വീതം പെൻഷൻ കൊടുത്തു, ഗ്രാറ്റുവിറ്റി കൊടുത്തു. പക്ഷെ ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2018 മുതലാണ് പെൻഷൻ കൊടുത്തു തുടങ്ങിയത്. ഇപ്പൊ 2024 വരെ 12,000ഓളം പേർക്ക് പെൻഷൻ കൊടുത്തു. അത് 2022 വരെയുള്ള പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ പെൻഷൻ ലഭിച്ചവർക്ക് 2 വർഷത്തെ കുടിശ്ശിക, 23, 24, 25 കഴിഞ്ഞ് 2 മാസമായി. ഇപ്പം 12, 24, 26 മാസത്തെ പെൻഷൻ ലഭിച്ചവർക്ക് കുടിശ്ശിക കൊടുത്തിട്ടില്ല. പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളൂ. 2 വർഷമായത് 2 വർഷം മുമ്പ് പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തവർക്ക് ആർക്കും പൈസ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, പെൻഷൻ 1 രൂപ പോലും, അതായത് ഇന്ന് ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇന്ന് ക്ഷേമ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവ പെൻഷൻ, ഇതുപോലുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കാൻ 1 രൂപ അടയ്ക്കേണ്ട. 60ാമത്തെ വയസ്സിൽ അപേക്ഷ കൊടുത്താൽ 1600 രൂപ കിട്ടും. KR സാജിമോൻ, ഗിരീഷ് കുമാർ എലപ്പള്ളി, S. ശശിധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവപ്പുറ വിളത്തൂരിൽ നിന്നും 1.5 ലിറ്റർ ചാരായവും 18 ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. സംഭവത്തിൽ വിളത്തൂർ സ്വദേശി 54-കാരനായ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV ഷൺമുഖനും സംഘവും നടത്തിയ പരിശോധനയിലാണ് നിരോധിച്ച 1.5 ലിറ്റർ ചാരായവും ചാരായൻ വാറ്റാൻ പാകപ്പെടുത്തിയ 18 ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കണ്ടെടുത്തത്. തിരുവപ്പുറ വിളത്തൂർ ദേശത്തെ പൊറ്റമ്മൽ വീടിന് സമീപത്തുനിന്നായിരുന്നു ഇവ പിടിച്ചെടുത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിളത്തൂർ ദേശത്തെ പൊറ്റമ്മൽ വീട്ടിൽ ചാത്തന്റെ മകൻ 54-കാരനായ ഉണ്ണികൃഷ്ണനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ, TP നന്ദു, അനൂപ് രാജ്, സാം ജോസ്, K. വിജയ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ MM സ്മിത എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ലക്കിടി മംഗലം പിലാക്കാട്ട് തൊടി SRVJB സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ വേദിയായി. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നായി 500-ൽ പരം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. സ്കൂളിലെ അധ്യാപകരായ ആമിന, ഹമീദ, റംസീന, രശ്മി, പ്രീതി, പ്രവീണ എന്നിവർ ഇഫ്താറിനോടനുബന്ധിച്ച് വ്രതവും അനുഷ്ഠിച്ചിരുന്നു. സ്കൂൾ അധ്യാപകരും PTA കമ്മിറ്റിയും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരക്ക, ശീതളപാനീയം, തണ്ണിമത്തൻ, സമോസ, നെയ്ച്ചോർ എന്നിവ നോമ്പ് തുറക്കെ ഒരുക്കിയിരുന്നു. നമസ്കാരത്തിനായി സ്കൂളിൽ പ്രത്യേക സൗകര്യമൊരുക്കി. പ്രഭാഷകൻ ബാങ്ക് വിളിച്ചതോടെ നോമ്പ് തുറ തുടങ്ങി. ഇതോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ സംഗമം അമ്പലപ്പാറ ജുമാ മസ്ജിദ് ഖത്തീബ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ശാന്തി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം വിമല, BRC പ്രതിനിധി ചിത്ര, V റഷീദ്, സ്കൂൾ മാനേജർ K ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, K ഫൈസൽ, മുജിബുർ റഹ്മാൻ, സ്റ്റാഫ് പ്രതിനിധി ആമിന എന്നിവർ സംസാരിച്ചു. ദൈവഭക്തനാക്കി മാറ്റിയെടുക്കുന്ന കർമ്മമാണ് പ്രധാന സ്ഥാനം. ഈ സ്കൂളിൽ എൻ്റെ അനുജന്മാരും അഞ്ചത്തിമാരും ഒക്കെ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകർക്ക് ഇന്ന് നോമ്പാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒരേ മനസ്സോടുകൂടി നോമ്പെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരിപാടി സന്ദേശവും അത് തന്നെയാണ്. സ്കൂൾ പ്രധാനാധ്യാപകൻ P കിരൺ ഗണേഷ് സ്വാഗതവും V പ്രീതി നന്ദിയും പറഞ്ഞു. ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകിയ സ്കൂൾ അധികൃതരെ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരി, വാർഡംഗം വിമല എന്നിവർ അഭിനന്ദിച്ചു. സമൂഹ പങ്കാളിത്തത്തോടെയാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഇഫ്താറിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രധാനാധ്യാപകൻ കിരൺ ഗണേഷ് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓമലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 22 പേർക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. ഗ്രാമസഭകൾ വഴി തിരഞ്ഞെടുത്ത 22 വിദ്യാർത്ഥിനികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തിൽ SC കുട്ടികൾക്ക് വിവരം നേടിയ കുട്ടികൾക്ക് 8 ലക്ഷം രൂപയാണ് ഭരണസമിതി ഇപ്രാവശ്യം വെച്ചത്. കഴിഞ്ഞ വർഷം നമ്മളെല്ലാ കുട്ടികൾക്കും 22 വാർഡിലെ കുട്ടികൾക്കും ലാപ്ടോപ്പ് കൊടുത്തു. അതുപോലെ ഈ വർഷവും നമ്മുടെ 22 വാർഡിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാണ്. SC കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ മുൻപന്തിയിലെത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർക്ക് സഹായം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ ഗ്രാമപഞ്ചായത്ത് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K പുഷ്പലത, പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ, മറ്റു ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിലെ അധ്യാപക ജോലിക്കായി ഏർപ്പെടുത്തിയ KTET പരീക്ഷയിൽ തമിഴ്, കന്നഡ ഭാഷകളിൽ ചോദ്യപേപ്പർ നൽകാനുള്ള ഉത്തരവ് ശ്ലാഘനീയമെന്ന് കേരള തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി പീപ്പിൾസ് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ബാലേന്ദ്രൻ പുതുവയൽ. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവയിലും കലോത്സവങ്ങളിലും ലഭിക്കേണ്ടതുണ്ടെന്നും ബാലേന്ദ്രൻ പുതുവയൽ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സര പരീക്ഷകളിൽ തമിഴിൽ ചോദ്യപേപ്പർ ഇല്ലാത്തതുകൊണ്ട് തമിഴ് മാധ്യമമായി പഠിച്ച ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകളിൽ പുറത്താകുന്നത് പതിവാണ്. തമിഴ് ചോദ്യപേപ്പർ ഇല്ലാത്തതുമൂലം ഇതുവരെ 25 KTET പരീക്ഷകളിൽ തമിഴ് മാധ്യമം പഠിച്ചവർ പുറന്തള്ളപ്പെട്ടു. മത്സര പരീക്ഷകളിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായി ചോദ്യപേപ്പർ തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ അയച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉദ്യോഗാർത്ഥികളുടേതുൾപ്പെടെ വാദം കേട്ടാണ് സർക്കാരിനോട് യോജ്യമായ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സർക്കാർ ഓഫീസുകൾ, തെരഞ്ഞെടുപ്പ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും ഭാഷാ ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും ബാലചന്ദ്രൻ പുതുവയൽ ആവശ്യപ്പെട്ടു. ആ ചോദ്യക്കടലാസുകൾ തമിഴിൽ കൊടുക്കാത്തതുകൊണ്ട് ഈ കുട്ടികൾ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയും അവരുടെ ഭാവി നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് അറിഞ്ഞ ഞങ്ങളുടെ കേരള തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി മൂവ്മെന്റ് ഈ കാര്യത്തിനെ എടുത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾ അതിനു മുമ്പേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മുടെ കലക്ടർക്കും ബാക്കിയുള്ള ലിംഗ്വിസ്റ്റിക് കമ്മീഷണർ ഡൽഹിയിലേക്കും ഞങ്ങൾ റെപ്രസെന്റേഷൻ അയച്ചിരുന്നു. പക്ഷെ അതിലൊന്നും വിമോചനം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ
ഹൈക്കോടതിയിൽ ഒരു റിറ്റ് ഫയൽ ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനെ മെയ് മാസത്തിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായി ആ വാദങ്ങൾ കേൾക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി 16/10/2024 ഒരു ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ച് ഈ ഹർജിക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള കേരള തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബർക്കത്ത്, ഇളങ്കോ ആർ, അബ്ദുൽ കലാലൂർ റഹ്മാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ICSSR സ്പോൺസർ ചെയ്ത് ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായത്തെ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ ഏകോപിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം NEP 2020 കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ 2 ദിവസത്തെ ദേശീയ സെമിനാർ ഒറ്റപ്പാലം NSS ട്രെയിനിംഗ് കോളേജിൽ തുടങ്ങി. ഡോക്ടർ MTV നാഗരാജ് ഉദ്ഘാടനം ചെയ്തു. That's why red is learned by line and how to implement, how to effectively implement, possible to reach the student. Another one is all of a sudden the paradigm shift was changing from the subjects which we are studying, 4 subjects, that is languages. പ്രിൻസിപ്പൽ ഇൻചാർജ് R. സ്മിത അധ്യക്ഷയായി. ഡോക്ടർ ശങ്കരനാരായണൻ വിഷയാവതരണം നടത്തി. ഡോക്ടർ ലക്ഷ്മി, കോളേജ് യൂണിയൻ ചെയർമാൻ S. അക്ഷയ്, ഡോക്ടർ സീമ മേനോൻ എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ഡോക്ടർ ബിന്ദു പാനൽ ചർച്ചയുടെ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അസീസ്, ഡോക്ടർ നിരഞ്ജന, ഡോക്ടർ എനിമോൾ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മണ്ണൂർ കൈമകുന്നത്തുകാവിലെ കൂത്തുതാലപ്പൊലി ആഘോഷം മാർച്ച് 25 ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താലപ്പൊലി ആഘോഷങ്ങൾക്ക് ട്രസ്റ്റി ബോർഡിന് കീഴിൽ ഒരു സബ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെന്നും ട്രസ്റ്റി K. രവീന്ദ്രൻ ഉണ്ണി അറിയിച്ചു. പ്രസിദ്ധമായ ശ്രീ കൈമകുന്നത്തുകാവിലെ ഭഗവതിയുടെ കൂത്തുകാലപ്പള്ളി മഹോത്സവം ഈ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ച വിവരം എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ്. 70 കളരി കൂത്തുവളത്തിന്റെ സമാപനം കൂടിയാണ് ഈ കൂത്തുകാലപ്പള്ളി. 38 വേലാഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ കൂടി ഇതിൽ പങ്കുചേരുന്നതോടുകൂടി വേല കൂടുതൽ ബലവത്താകുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. കൂത്തുതാലപ്പൊലി കമ്മിറ്റിയാണ് താലപ്പൊലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. താലപ്പൊലി ആഘോഷങ്ങൾ സുഗമമായി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മങ്കര CAയുടെ നേതൃത്വത്തിൽ വിവിധ വേല കമ്മിറ്റികളെ പങ്കെടുപ്പിച്ച് യോഗം നടന്നിരുന്നു. സഹകരണവും ഉറപ്പാക്കിയിരുന്നു. യോഗത്തിൽ മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. വേല കാവ് കയറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സമയക്രമീകരണങ്ങളും ചർച്ച ചെയ്തു. രജിസ്റ്റർ ചെയ്ത 38 വേലാഘോഷ കമ്മിറ്റികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 3-ന് തിങ്കളാഴ്ച താൽക്കാലിക ജോലിക്കാരനായിരുന്ന ഒരു കീഴ്ശാന്തി ക്ഷേത്രാചാരത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തതിന് അദ്ദേഹത്തെ പുറത്താക്കിയതായും അറിയിച്ചു. കൂടാതെ ഇവിടെ ഒരു അനിഷ്ട സംഭവം 3-ാം തീയതി രാത്രി താൽക്കാലികമായി 10 ദിവസം ജോലിക്ക് വന്ന കീഴ്ശാന്തി ക്ഷേത്രാചാരത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യുകയും തത്സമയം തന്നെ അവിടുന്ന് നീക്കം ചെയ്ത് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി വേണ്ട പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ച് കൂടുതൽ ഭഗവതിക്കുള്ള ചൈതന്യപൂർണമായ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും വളരെ ഭംഗിയായി നടത്തുകയും ഉണ്ടായി. ഉടൻ തന്നെ ക്ഷേത്രം തന്ത്രിയെത്തി പരിഹാരക്രിയകൾ നടത്തിയതായും അറിയിച്ചു. ക്ഷേത്രം ട്രസ്റ്റി രവീന്ദ്രൻ ഉണ്ണി, മാനേജർ സുരേഷ് കുമാർ, ശ്രീഹരി, കൃഷ്ണകുമാർ, ഗോപിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കുഴൽമന്ദം കണ്ണന്നൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മരണപ്പെട്ടത് കണ്ണന്നൂർ സ്വദേശി പ്രമോദ്, കൊടുവായൂർ സ്വദേശി ഹബീബ് എന്നിവർ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹാരി. തിരുവപ്ര വിളത്തൂരിൽ എക്സൈസ് പരിശോധനയിൽ 1.5 ലിറ്റർ ചാരായവും 18 ലിറ്റർ വാഷും പിടികൂടി. കേസിൽ വിളത്തൂർ സ്വദേശി 54-കാരൻ ഉണ്ണികൃഷ്ണൻ പിടിയിൽ. CPM നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കുകളിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. പത്തിരിപ്പാല അർബൻ ബാങ്ക് ശാഖയിൽ നടന്നിട്ടുള്ള ലക്ഷങ്ങളുടെ മുക്കുപണ്ടം തട്ടിപ്പിൽ CPMന്റെ ഉന്നതർക്കും പങ്കുണ്ടെന്നും P. വേണുഗോപാൽ. സമഗ്ര അന്വേഷണം നടത്തിയ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും BJP നേതാവ്.
കഞ്ചിക്കോട് കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസിക്ക് സമീപമുള്ള പൊതുകുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയ സംഭവത്തിൽ ജനങ്ങൾ ആശങ്കയിൽ. വെള്ളത്തിൽ രാസമാലിന്യം കലർന്നതാണ് മീനുകൾ ചാവാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാരുടെ സംശയം. സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണമെന്നും ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 1 ലക്ഷം കർഷക സമിതി പ്രക്ഷോഭത്തിലേക്ക്. പെൻഷൻ നൽകേണ്ട ഭൂരിപക്ഷം പേരെയും അവഗണിച്ചതിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുടിശ്ശിക വരുത്തിയതിലും പ്രതിഷേധിച്ച് മാർച്ച് 7-ന് കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തുമെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു. കാർഷിക വിപുലീകരണത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കാനുമാണ് 1994-ൽ സർക്കാർ 1 ലക്ഷം കർഷക പദ്ധതി നടപ്പിലാക്കിയതെന്നും KP ബൈജു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിനു മുന്നിൽ കലാമണ്ഡലം റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരമെന്ന് സംഘടനാ നേതാക്കൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.